ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് നിവിൻ പോളിയുടെ പുതിയ സിനിമയെ പ്രതിച്ഛായ എന്നുള്ളൊരു മൂവി കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ലേഡീസ് പ്ലസ് തന്നെയാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. മെയിൻലി ഇത് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, ഇത് കാണാനായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്താ പറയുക, ഇതിൻ്റെ ഈ സെക്രട്ടറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. മെയിൻലി ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെ ഇത് ഏരീസ് പ്ലസ് തന്നെ കൂലി സിനിമയാണോ കാന്താരാണോ എന്ന് എനിക്കെന്ന് പറഞ്ഞുകൂടെ. പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ ഏതൊരു മൂവി ഞാൻ കണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത് ഈ സെക്രട്ടറിൻ്റെ അവിടെ. അപ്പോൾ അന്ന് തൊട്ടേ ഇത് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും സമരമാണെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് നിവിൻ പോളിയുടെ പുതിയ സിനിമയാണ്, ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന നിങ്ങളൊരു സിനിമയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് തൊട്ടേ ഇതെന്തായാലും ഇറങ്ങുമ്പോൾ പോയി കാണണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം പറഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചില സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ആ സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അത് കാണാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിലീസ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നാണ് പ്രഖ്യാപിച്ചതെന്ന് തോന്നുന്നു. അതായത് ഒരാഴ്ച മുമ്പേ കാണാൻ എൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചത്. അതിന് മുമ്പേ റിലീസാവും എന്ന് പറഞ്ഞല്ല, പെട്ടെന്ന് ചടയെന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടന്നത്, റിലീസ് ഡേറ്റ്. അപ്പോൾ എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്, എന്നാൽ പ്രതീക്ഷ ഇല്ലെന്നും കൂടെ പറയാം. എന്തായാലും നമുക്ക് ഇനി ഇൻ്റർവെല്ലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം പറയാം. അങ്ങനെ ഗൈസ് എന്താ പറയാം, പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷ ഒന്നും വെക്കാതെ വന്ന് കണ്ടാൽ കുഴപ്പമില്ല. എന്നാൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഡയറക്ഷൻ വൈസൊക്കെ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെന്താ പറയുക, ഇതിൻ്റെ തുടക്കം ഒരു 20 മിനിറ്റ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓരോ സ്ഥലം കാണിച്ച് ഇന്ത്യ മൊത്തം കണ്ട് ഇറങ്ങി വന്നെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് ആദ്യത്തെ ഒരു 20 മിനിറ്റൊക്കെ ശോകമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോൾ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇത് മെയിൻലി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു കഥ, ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഈ സിനിമ ഫുൾ കൊണ്ടുപോയിരിക്കുന്നത്. ഫുള്ളല്ല, ഇൻ്റർവെൽ വരെ, അത് ബാക്കി കൂടെ കണ്ടിട്ട് ഞാൻ പറയാം. ഇൻ്റർവെൽ വരെ കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ്, ആ ഒരു രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആ ഒരു കഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഷറഫുദ്ദീനെ കാണിക്കുമ്പോൾ ഓരോ സ്ലോ മോഷൻ, കൈ പൊക്കുമ്പോൾ അവിടെ ക്യാമറ സൂം ചെയ്യുന്നു, വാച്ച് കാണിക്കുമ്പോൾ അവിടെ സൂം ചെയ്യുന്നു, ഒരു 10,000 കണക്കിന് പ്രാവശ്യം അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഈ ഷറഫുദ്ദീൻ വരുമ്പോൾ ഒരു BGM ഉണ്ട്. ചെവി തന്നെ പോയി. സത്യം പറഞ്ഞാൽ ആ BGM ഒക്കെ വെറും ഈ ഷറഫുദ്ദീൻ വരുമ്പോൾ ശോകമെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. നിവിൻ പോളിയുടെ ആക്ടിങ്ങും ബാക്കി എല്ലാം ഗംഭീരം തന്നെ പറയാം. അതുപോലെ തന്നെ എന്ത് പറയാം, നിവിൻ പോളി ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷൻ വൈസ് ബി ഉണ്ണികൃഷ്ണയിൽ എല്ലാം കൊള്ളാം. പിന്നെ ഇൻ്റർവെൽ വരെ നമ്മുടെ ഗോകുലൻ ക്യാമിയോ ഒന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. സാധാരണ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ ക്യാമിയോ ചെയ്യുന്നതാണ് ഗോപാലൻ, അപ്പോൾ ഗോകുലൻ ഗോപാലൻ. അപ്പോൾ അതൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ആ രീതി, അതന്നെ ട്രെയിലറിൽ കണ്ട പോലെ പൊളിറ്റിക്കൽ ഡ്രാമ. എനിക്ക് കുഴപ്പമില്ല, കൊള്ളില്ലെന്നല്ല. വലിയ അടിപൊളി സിനിമയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. എന്തായാലും ഇത് മറ്റേ നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ച് ഇറക്കിയ സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പാർട്ടിയെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും വരില്ല. എന്നാലും ഒരു പാർട്ടി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് ഏത് പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കാണുക, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക എന്തായാലും. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയി തോന്നിയിട്ടുള്ള. ഡയറക്ഷൻ വൈസൊക്കെ കൊള്ളാം. ബി ഉണ്ണികൃഷ്ണൻ്റെ പോലത്തെ കൊള്ളാം. ബി ഉണ്ണികൃഷ്ണൻ്റെ ഡയറക്ഷൻ പോലെയൊക്കെ തന്നെ. അതായത് പല രാജ്യങ്ങളും പോയി, അതായത് നമ്മുടെ ആറാട്ടിൽ കണ്ട പോലെ ഏജൻറ്റ് എക്സ് എന്ന് കാണിക്കുന്ന വേറെ രാജ്യത്തിൽ പോയി എടുത്ത പോലെ ഇതിനകത്തും ഈ ഏജൻ്റ് ഒന്നുമില്ല. പക്ഷേ എന്തു പറയാം, വേറെ ഈ തുടക്കം തന്നെ കാണിക്കുന്ന വേറെ നേപ്പാൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് മെയിൻലി ഇതിനകത്ത് ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിനകത്ത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുഴപ്പമില്ല, ആക്ടിങ് എല്ലാം കൊള്ളാം. പക്ഷേ എന്തിനോ വേണ്ടി എനിക്ക് തോന്നി, എൻ്റെ ഒരു അഭിപ്രായമായിരുന്നു. കുഴപ്പമില്ല. പക്ഷേ ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും പടം സെക്കൻഡ് ഹാഫോടെ കൂടെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ പറയാം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്കിനി സെക്കൻഡ് ഹാഫോടെ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ കേസ് പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്നാലും അതുപോലെ തന്നെ പോയിട്ടുണ്ട്. ഒരു ആവറേജ്, അതെനിക്കും ഈ ഫസ്റ്റും സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ രണ്ടും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് കാണുക, അത്ര തന്നെ. ഇത് ഇപ്പോൾ ഇറക്കണതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ ഇലക്ഷനല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ടാണ് ഇത് ഇറക്കിയത്. എന്നാലും ഞാൻ പറയുന്നു, കുഴപ്പമില്ല, താല്പര്യമുള്ളവർ ഒന്ന് കാണുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്നാലും എനിക്ക് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിൻ്റെ നേരെ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ ക്ലൈമാക്സ് നേപ്പാളിൽ കുറേയൊക്കെ പോകണം, അവിടെ ഇതൊക്കെ പോകണം, കുറേ കാണിച്ച്. അതായത് ബി ഉണ്ണികൃഷ്ണൻ്റെ സ്ഥിരം ടെംപ്ലേറ്റ്, അതായത് ഇതിനകത്ത് ഏജൻറ്റ് എന്നുള്ളൊരു സാധനമില്ല, ഏജൻറ്റ് എന്നുള്ള സംഭവം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. മെയിൻലി ഷറഫുദ്ദീൻ്റെ BGM സെക്കൻഡ് ഹാഫിൽ അത് തന്നെ ചെവിക്കല്ല് പൊട്ടുന്ന രീതിയിലായിരുന്നു ഈ BGM. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലും ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിൻ്റെ ഓരോ ഷോട്ട് അതൊക്കെ വെറും എനിക്കങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരേ കാര്യം ഒരിക്കൽ കാണിച്ചാൽ ഓക്കെ,
ഇത് വീണ്ടും വീണ്ടും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സീനുകളും കുറേ അനാവശ്യമായിട്ടുള്ള കുറേ ഇന്ത്യയുടെ പുറത്തും അങ്ങനെ ഇന്ത്യയുടെ അകത്ത് ബാംഗ്ലൂർ അങ്ങനെ കുറേ കാണിക്കുന്ന സീനൊക്കെയാണ് ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ കുഴപ്പമില്ല, ഒരിക്കൽ കണ്ടിരിക്കാം. ഒരിക്കൽ കണ്ട് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. എന്നാൽ എനിക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ് രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തൊക്കെ പറഞ്ഞാൽ നിവിൻ പോളിയുടെ ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതി രംഗങ്ങളൊക്കെ ഉണ്ട്. അതായത് CM മറ്റേ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കഥയൊക്കെ ഉണ്ട്, ആ ഒരു രീതി ഇതിനകത്ത് വേറെ രീതി കാണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഇതിനകത്തുള്ള CMൻ്റെ ആ ഒരു ഇമോഷണൽ രീതി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. എന്നാലും ആ നിവിൻ പോളിയെ കൊള്ളാമെന്നുള്ള രീതിയിൽ നിവിൻ പോളി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ മാക്സ് പോയി കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു നിവിൻ പോളി എന്നുള്ള രീതിയിൽ പോയി കാണുക. നിവിൻ പോളി മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നിയത് നിവിൻ പോളിയായിരുന്നു. ബാക്കിയുള്ള ആക്ടിങ്ങൊക്കെ കുഴപ്പമില്ല, എന്നാലും നിവിൻ പോളിയുടെ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇതിനകത്ത് കുറേ മൊമെൻറ്റ്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, അതായത് കുറേ ഇതിനകത്ത് കൊള്ളില്ലെന്നല്ല, ഒരു 2.5 മണിക്കൂറുണ്ടെങ്കിലും അതിനകത്ത് ഒരു 3/4 മണിക്കൂറിനകത്ത് കുറച്ച് നല്ല സീൻസൊക്കെ ഉണ്ട്, നല്ല ഇമ്പാക്റ്റുള്ള സീൻ. ബാക്കിയുള്ള മണിക്കൂറാണ് അതിനകത്ത് കുറേ അനാവശ്യമായിട്ടുള്ള സീനൊക്കെ ഉള്ളത്. അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിനകത്ത് കുറച്ചെങ്കിലും നല്ല സീൻസൊക്കെ ഉണ്ട്, ഒരു 3/4 മണിക്കൂറെങ്കിലും നല്ല സീൻസൊക്കെ ഉണ്ട്, നല്ല ഇമ്പാക്റ്റ് തരുന്ന സീൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ആവറേജ് ടൈപ്പ് ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വരുന്ന വീഡിയോസിലൊക്കെ തന്നെ ഞാൻ വരുന്ന വോയിസിനൊക്കെ റിവ്യൂസൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും ദൃശ്യം 3 മാറ്റിയല്ലോ, അത് May 21 മാറ്റിയല്ലോ. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ നല്ലൊരു ഹൈപ്പ് അല്ലെങ്കിൽ നല്ലൊരു മൂവീസ് ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും കാണാം. അപ്പോൾ വാഴ 2 കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും റിവ്യൂ എടുത്തിടാം. അപ്പോൾ എന്തായാലും അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ പടം തുടങ്ങി ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ ഹാക്ക് ചെയ്ത് ഈ വില്ലന്മാരുടെ ആൾക്കാർ ഒരാളുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ ഹാക്ക് ചെയ്ത് അയാളെ കൊല്ലുന്നുണ്ട്. എങ്ങനെ കൊല്ലുന്നു പറഞ്ഞാൽ ഹാക്ക് ചെയ്ത് സ്കൂട്ടറിനെ പൊട്ടിത്തെറിപ്പിക്കും. ഹാക്ക് ചെയ്ത് ഇലക്ട്രിക് സ്കൂട്ടറിനെ. അതെങ്ങനെയെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ സയൻസ് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾക്ക് ആ സീൻ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ലോജിക്കില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പറയാം കമൻറ്റ് ബോക്സിൽ.